Welcome, dear children, to a video class on the summary of the first chapter, Adventures in a Banyan Tree. Listen carefully, okay? Okay, let us start. The famous short story Adventures in a Banyan Tree was written by Ruskin. Okay, look at the summary. The narrator, the boy, says that the house and grounds of their home in India were his grandfather's domain and the old magnificent banyan tree was his. കുട്ടി ഈ കഥ വിവരിക്കുന്നത് കുട്ടിയാണ്. കുട്ടി പറയുകയാണ്, സേസ് ദാറ്റ് ദി ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് ദെയർ ഹോം ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ തൻ്റെ വീടും പറമ്പുമൊക്കെ വെർ ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമെയിൻ, ആരുടെ സാമ്രാജ്യമാണ്? മുത്തശ്ശൻ്റെ. ആൻഡ് ദി ഓൾഡ് മാഗ്നിഫിഷ്യൻറ്റ് ബാനിയൻ ട്രീ വാസ് ഹിസ്, അവിടെ നിൽക്കുന്ന ഗാംഭീര്യമുള്ള വളരെ പഴക്കമുള്ള ആ ആൽമരം അത് തൻ്റേതാണ് എന്ന് കുട്ടി പറയുകയാണ്. Grandfather at the age of 65 could no longer climb the tree. ആ ആൽമരം കുട്ടിയുടെ അധീനതയിലാവാൻ കാരണം എന്താണ്? അറ്റ് ദി ഏജ് ഓഫ് 65, 65 വയസ്സായ മുത്തശ്ശന് ആ ആൽമരത്തിൻ്റെ മുകളിൽ കയറാനൊന്നും പറ്റില്ല. അതുകൊണ്ട് മുത്തശ്ശൻ്റെ ഭരണമൊന്നും അവിടെ എത്തില്ല. ഗ്രാൻഡ് മദർ യൂസ് ടു ടീസ് ഗ്രാൻഡ് ഫാദർ അബൌട്ട് ദിസ്, ഈ ഒരു കാര്യം പറഞ്ഞ് മുത്തശ്ശി എപ്പോഴും മുത്തശ്ശനെ കളിയാക്കാറ്, ടീസിങ്, കളിയാക്കുക. The boy made friendship with one small grey squirrel. അവിടെ കുട്ടി, ആൽമരത്തിൽ കുട്ടി ഒരു ഗ്രേ സ്കുറൽ, സ്മോൾ ഗ്രേ സ്കുറൽ, ഒരു അണ്ണാൻ കുഞ്ഞുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. സൂൺ ഇറ്റ് ബിക്കേം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം ഹിസ് ഹാൻഡ്സ്. വളരെ പെട്ടെന്ന് തന്നെ ഈ അണ്ണാൻ കുഞ്ഞ് ഈ കുട്ടിയുടെ കയ്യിൽ നിന്നും ഭക്ഷണം എടുത്ത് കഴിക്കുന്ന ആ ഒരു അത്രയും സൗഹൃദത്തിൽ എത്തിച്ചേർന്നു. ഓക്കെ, നെക്സ്റ്റ്. Look, in the spring, when the banyan tree was full of red figs, birds of all kinds would flock into its branches and it became the noisiest place on the road. Spring season, വസന്തകാലമാകുമ്പോഴത്തേക്കും ഈ banyan tree was full of red ഫിക്സ്, ഇതിൽ ചുവന്ന അത്തിപ്പഴങ്ങൾ കൊണ്ടിങ്ങനെ നിറഞ്ഞു നിൽക്കും. അതുകൊണ്ട് തന്നെ ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ്, പലതരത്തിലുള്ള പക്ഷികൾ വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്, അതിൻ്റെ ശിഖരങ്ങളിലേക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടമായി എത്തിച്ചേർന്നു. ആൻഡ് ഇറ്റ് ബിക്കേം ദ നോയിസസ്റ്റ് പ്ലേസ് ഓൺ ദി റോഡ്, ആ സ്ഥലത്ത്, ഇത് നിൽക്കുന്ന ആ സ്ഥലത്ത് ഏറ്റവും ശബ്ദമുഖരിതമായ ഒരു സ്ഥലമായി മാറി. കാരണം പല തരത്തിലുള്ള പക്ഷികൾ ഇങ്ങനെ വന്ന് അതിൻ്റെ ആ ഒരു ശബ്ദം. He had built a platform halfway up the tree. So the boy had built a platform halfway up the tree. ഈ മരത്തിൻ്റെ, ബാനിയൻ ട്രീയുടെ പകുതിക്ക് മുകളിൽ വെച്ച് ഈ കുട്ടി ഒരു പ്ലാറ്റ്ഫോം പോലെ തടിയൊക്കെ വെച്ച് ഇരിക്കാൻ പാകത്തിന് ഒരു സ്ഥലം ക്രിയേറ്റ് ചെയ്യുകയാണ്. He used to spend his afternoon sitting there reading books and seeing various sights. തൻ്റെ ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ പല ദിവസങ്ങളും ഈ കുട്ടി സ്പെൻഡ് ദ ആഫ്റ്റർനൂൺ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു? സിറ്റിംഗ് ദെയർ റീഡിങ് ബുക്സ്, ബുക്കുകൾ വായിച്ചുകൊണ്ടും, ആൻഡ് സീയിങ് വേരിയസ് സൈറ്റ്സ്, പലതരം കാഴ്ചകൾ കണ്ടുകൊണ്ടും ആ ഒരു സമയം ചെലവഴിക്കുന്നു. ഹി റെഡ് വേരിയസ് കൈൻഡ്സ് ഓഫ് ബുക്സ് സച്ച് ആസ് ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി ഫിൻ, ദ മോഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ നോവൽസ് എഡ്ഗർ റൈസ് ബറോസ്, ലൂയിസ് മേ അൽക്കോട്ട്. പലതരത്തിലുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി ഫിൻ, ദ മോഗ്ലി സ്റ്റോറീസ്, ദ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോസ് ആൻഡ് ലൂയിസ മേ ആൽക്കോട്ട്. ഇത്തരം ഇവരുടെ നോവൽസും ബാക്കി സ്റ്റോറീസും ഒക്കെ വായിച്ച് സമയം ചെലവഴിക്കുകയാണ്. ഓക്കെ, സോ ദ ബോയ് സ്പെൻഡ് ഹിസ് ആഫ്റ്റർനൂൺസ് ബൈ റീഡിങ് ഹിസ് ഇൻട്രസ്റ്റിംഗ് stories and novels. Okay, look. On April afternoon, when everyone was indoors due to warm breeze of the approaching summer, the boy witnessed a beautiful fight between a cobra and a mongoose. Okay, look.
On April afternoon, when everyone was indoors due to warm breeze, ഒരു ഏപ്രിൽ ആഫ്റ്റർനൂണിൽ എല്ലാവരും ഇൻഡോർ മീൻസ് വീടിനുള്ളിൽ ബിക്കോസ് ഓഫ് വാം ബ്രീസ് ചൂട് കാറ്റ് ഓഫ് ദി അപ്രോച്ചിങ് സമ്മർ അടുത്തു വരുന്ന വേനൽക്കാലത്തിൻ്റെ മുന്നോടിയായിട്ട് ഉണ്ടാവുന്ന ചൂട് കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വീട്ടിലെല്ലാവരും വീട്ടിനുള്ളിൽ തന്നെയാണ്. ദ ബോയ് വിറ്റ്നസ്ഡ് എ ഡ്രെഡ്ഫുൾ ഫൈറ്റ് ബിറ്റ്വീൻ എ കോബ്ര ആൻഡ് എ മംഗൂസ്. കുട്ടി ഒരു ഭയാനകമായ പോരാട്ടം ആരൊക്കെ തമ്മിൽ? കോബ്ര ആൻഡ് എ മംഗൂസ്, കീരിയും മൂർഖനുമായിട്ടുള്ള ഭയാനകമായ ഒരു പോരാട്ടം കാണാൻ ഇടയായി. ഹി വാസ് സിറ്റിംഗ് ഓൺ ദി പ്ലാറ്റ്ഫോം ആസ് യൂഷ്വൽ. എന്നത്തെയും പോലെ അന്ന് ഉച്ചയ്ക്ക് ശേഷവും കുട്ടി മരത്തിനുയരെയുള്ള പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ആൻഡ് ഹി വാസ് എൻജോയിങ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ആൻഡ് ഓൾസോ ഹി വാസ് റീഡിങ് ബുക്സ്. സോ ഹി വിറ്റ്നസ്ഡ് എ ഡ്രെഡ്ഫുൾ ഫൈറ്റ് ബിറ്റ്വീൻ ദി കോബ്ര ആൻഡ് ദി മംഗൂസ്. സഡൻലി എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര കെയിം ഔട്ട് ഫ്രം ദി കാക്ടസ് clump and a mongoose also emerged from the bushes. ഓക്കെ, പെട്ടെന്ന് തന്നെ ഒരു ഹ്യൂജ് ബ്ലാക്ക് കോബ്ര, ഒരു കറുത്ത മൂർഖൻ, കെയിം ഔട്ട് ഫ്രം ദി കാക്ടസ് ക്ലംബ്. ആ മുൾച്ചെടി കൂട്ടത്തിനിടയിൽ നിന്ന് ഈ കറുത്ത മൂർഖൻ ഇങ്ങനെ ഇഴഞ്ഞ് പുറത്തേക്ക് വന്നു. ഉടനെ തന്നെ അവിടെ ഒരു മംഗൂസ്, കീരിയും പ്രത്യക്ഷപ്പെട്ടു. ഫ്രം ദി ബുഷസ്, ആ കുറ്റിക്കാട്ടിൽ നിന്ന്. ദേ കെയിം ഫേസ് ടു ഫേസ് ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ബാനിയൻ ട്രീ. ബാനിയൻ ട്രീയുടെ താഴെ തുറസായ ഒരു സ്ഥലത്ത് രണ്ടുപേരും ഫേസ് ടു ഫേസ്, മുഖാമുഖം വന്നു. Two other spectators, a myna and a jungle crow, also arrived there. രണ്ട് വേറെ കാഴ്ചക്കാർ, സ്പെക്ടേറ്റേഴ്സ് കാഴ്ചക്കാർ കൂടെ ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? എ മൈന ആൻഡ് എ ജംഗിൾ ക്രോ ഓൾസോ അറൈവ്ഡ് there. Hissing defiance, the cobra raised 3 of his 6 feet off the ground and spread his broad hood. Hissing defiance, ചീറിക്കൊണ്ട് വളരെ ധാർഷ്ട്യത്തിൽ the cobra raised 3 of his 6 feet. 6 അടി നീളമുള്ള കോബ്ര 3 അടി ഇങ്ങനെ ഉയർന്നു നിന്നു ഗ്രൗണ്ടിൽ നിന്ന്. ആൻഡ് സ്പ്രെഡ് ഹിസ് ബ്രോഡ് ഹൂഡ്, തൻ്റെ പത്തി ഇങ്ങനെ വിടർത്തി. The mongoose pushed his tail and the long hair on his spine stood up. മങ്കൂസും വിട്ടുകൊടുത്തോ? ഇല്ല. ഇറ്റ് ബുഷ്ഡ് ഹിസ് ടെയിൽ, ടെയിലൊക്കെ എന്താ? ബുഷ്ഡ്, വിടർത്തി. ആൻഡ് ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്, ആ രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു. ദ കോബ്ര സ്റ്റുഡ് ഓൺ ദി ഡിഫെൻസീവ് ആൻഡ് ദ മംഗൂസ് സ്റ്റാർട്ടഡ് അറ്റാക്കിങ്. അപ്പോൾ കോബ്ര പോരാട്ടത്തിൽ തന്നെ എതിർത്ത് തന്നെ നിന്നു. മംഗൂസും ഇറ്റ് സ്റ്റാർട്ടഡ് അറ്റാക്കിങ്, എന്താണ്? ആക്രമിക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് റിയലി എ ഡ്രെഡ്ഫുൾ ബാറ്റിൽ ബിറ്റ്വീൻ ചാമ്പ്യൻസ്, അല്ലേ? ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്, എ ഡ്രെഡ്ഫുൾ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. രണ്ട് ചാമ്പ്യന്മാരുടെ ഒരു ഭയാനകമായ പോരാട്ടം തന്നെ അവിടെ നടന്നു. ദ മൈന ആൻഡ് ദ ക്രോ ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ബാറ്റിൽ ആൻഡ് ദി ക്രോ collided heavily with the cobra and lost his life. Look, the myna and crow, 2 other birds, were also the spectators of this dreadful fight. Who were they? A myna and a crow. So they were watching the dreadful fight between these 2 champions. They participated in the battle. അപ്പോൾ അവർ ഇൻ്റർവീൻഡ്, ഇടയ്ക്ക് കയറി ഈ 2 പക്ഷികളും വന്നു. And what happened? The crow collided heavily with the cobra. കോബ്രയുടെ പുറത്ത് വന്ന് ഈ കാക്ക ശക്തമായി ഇടിക്കുകയും ആൻഡ് ഇറ്റ് ലോസ്റ്റ് ഹിസ് ലൈഫ്, അതിൻ്റെ ജീവൻ അവിടെ നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അത്രയും ഒരു രൂക്ഷമായ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. The mongoose attacked the cobra severely, bit on its back several times and finally the cobra died. So the mongoose attacked the cobra, severely bit on its back. പലവട്ടം ഭയങ്കരമായിട്ട് അതിൻ്റെ പുറത്ത് കടിക്കുകയും അവസാനം the cobra died. Okay. Look, the myna congratulated the mongoose with a shrill cry and flew away. Myna congratulated the mongoose. So who won?
When the battle last, the mongoose won. So Maina was a spectator of this battle. So it congratulated. ഇതിനെ അഭിനന്ദിച്ചു. എങ്ങനെയാ? വിത്ത് എ ഷ്രിൽ ക്രൈ, ഒരു ലൗഡ് ക്രൈ, ഉച്ചത്തിലുള്ള ഒരു കരച്ചിൽ അഭിനന്ദിക്കുകയും. ആൻഡ് ഇറ്റ് ഫ്ലൂ എവേ. ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ വെർ ഹാപ്പി ടു നോ ദാറ്റ് ദ മംഗൂസ് വൺ ദ ഫൈറ്റ്. ഈ ഒരു ഇൻസിഡൻറ്റ് ദ ബോയ് എക്സ്പ്ലെയിൻ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. ആൻഡ് ദേ ബിക്കെയിം ഹാപ്പി when they knew that the mongoose had won the fight. ആ ഒരു യുദ്ധത്തിൽ ജയിച്ചത് മംഗൂസാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്കും സന്തോഷമായി. They had encouraged the mongoose to live in the garden as he was useful to keep snakes away from the house and the ഗാർഡൻ. ഈ പൂന്തോട്ടത്തിലും അതുപോലെ വീടിനുള്ളിലും ഒക്കെ പാമ്പുകൾ വരുന്നതിനെ വരാതിരിക്കുന്നതിലേക്ക് വേണ്ടി ഈ മംഗൂസിനെ അവിടെ എന്താണ്? ദേ എൻകറേജ്ഡ് ദി മംഗൂസ്. ഈ ഒരു കീരി അവിടെ ഉണ്ടെന്നറിഞ്ഞിട്ടും അതിനെ അവിടെ നിന്ന് ഓടിക്കുവാൻ ശ്രമിക്കാതെ അതിനെ അവിടെ തന്നെ വീണ്ടും വീണ്ടും വരാനുള്ള എൻകറേജ്മെൻ്റൊക്കെ കൊടുത്തത് തന്നെ വീടിനുള്ളിലേക്കും പറമ്പിലേക്കും ഈ പാമ്പുകളൊന്നും കയറാതിരിക്കുന്നതിലേക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു കയറിയ പാമ്പിനെ ഇത് കൊന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ദിസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ ബിക്കെയിം ഹാപ്പി. ഗ്രാൻഡ് ഫാദർ ഹാഡ് brought home a white rat from the bazaar, and the boy used to take it with him to the banyan tree. A grandfather ഒരിക്കൽ bazaar, from the bazaar means from the market, he brought home a white rat, ഒരു വെള്ള എലി കൊണ്ടുവന്നു, വെള്ള എലിയെ കൊണ്ടുവന്നു. ആൻഡ് വാട്ട് ഡിഡ് ദിസ് ബോയ് ഡു? ദിസ് ബോയ് യൂസ് ടു ടേക്ക് ഇറ്റ് വിത്ത് ഹിം ടു ദി ബാനിയൻ ട്രീ. എപ്പോൾ ബാനിയൻ ട്രീയിൽ പോകുമ്പോഴത്തേക്കും ഈ കുട്ടി ഈ വൈറ്റ് റാറ്റിനെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. വൺ ഡേ ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ് വാസ് മിസ്സിങ്. ഒരു ദിവസം മുത്തശ്ശിയുടെ നിറ്റിംഗ് മീൻസ് തയ്ക്കുന്ന സാധനങ്ങൾ, അതിൽ ആ ഒരു മെറ്റീരിയൽസൊക്കെ മിസ്സിങ്, കാണാതെ പോകുന്നു. Okay, last paragraph. Look, they searched it everywhere without success. So they looked everywhere, the materials used for knitting. Grandmother's missing knitting materials. Next day the boy found something glinting in a ഹോൾ ഇൻ ദി ബാനിയൻ ട്രീ. പിറ്റേ ദിവസം കുട്ടി ബാനിയൻ ട്രീയിലെ ഹോളിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ തിളങ്ങുന്നത് പോലെ കണ്ടു. വെൻ ഹി ലുക്ക്ഡ് ഇൻ ദി ഹോൾ ഹി ഫൗണ്ട് 3 white squirrels ബേബീസ് എമംഗ്സ് ദി വൂൾ ഇൻ ദി ഹോൾ. ആ ഹോളിനകത്ത് ഈ കമ്പിളിക്കുള്ളിൽ 3 വൈറ്റ് സ്ക്യൂറൽസ്, വൈറ്റ് വെള്ള അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടു. ദേ വെർ സർപ്രൈസ്ഡ് ആൻഡ് പസിൽഡ് ടു സീ ദം. അവയെ കണ്ടപ്പോഴത്തേക്ക് തന്നെ ഹി ബിക്കെയിം സർപ്രൈസ്ഡ് ആൻഡ് puzzled. But when the boy mentioned that he used to take the white rat to the tree, grandfather said that the white rat must be the father of the white squirrel babies. പക്ഷേ ഈ കുട്ടി പറഞ്ഞു എപ്പോഴും ഈ വൈറ്റ് റാറ്റിനെ കൂടെ താൻ ബാനിയൻ ട്രീയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ ഗ്രാൻഡ് ഫാദർ സെഡ് ദാറ്റ് ദിസ് white rat must be the father of that white squirrels. He also said that rat and squirrels were related to each other and they could have offspring. പിന്നെയും ഫാദർ എന്താ പറഞ്ഞത്? റാറ്റും സ്ക്യൂറൽസും ദേ വെർ റിലേറ്റഡ് ടു ഈച്ച് അതർ. അവർ ഒരേ ഇതിലുള്ള ജീവികളാണ്. സോ ദേ കുഡ് ഹാവ് ഓഫ് സ്പ്രിങ്, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു സ്റ്റോറി ബൈ this is the conclusion of our story, The Adventures in a Banyan Tree. So read this summary 2 or more times and write it in your notebook. Study it well. If you have any doubt, you please ask me or message me. Okay.